വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നമുക്കിന്ന് ഓണം കളക്ഷൻസ് ഞാനിപ്പോ ഓരോന്നായിട്ട് വീഡിയോ ചെയ്യണമെന്നുള്ളത് ഞാൻ വിചാരിച്ചു നമ്മൾ ചെയ്തേക്കുന്ന കളക്ഷൻസ് എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തുടങ്ങാം. അതിന്റെ എന്താ പറയാ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ വേറെ തേക്കുന്നത് ഇതിനകത്ത് പെട്ടേക്കുന്നതാണ്. ഇതും പ്യുവർ മൽച്ചന്തേരിയാണ്. ഇത് പേഴ്സണലി ചെയ്തതാണ് കേട്ടോ. സ്ലീവിലോട്ടെല്ലാം ഇതുപോലെ ത്രെഡ് വർക്ക് എല്ലാം കൊടുത്തിട്ട് കണ്ടോ, രണ്ട് സ്ലീവിലോട്ടും ഫുൾ ത്രെഡ് വർക്കാണ്. അതിന്റെ ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ട് അതിന്റെ എൻഡിലും നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു വീനക്കും അതിനകത്തോട്ടും ഫുൾ ഫ്ലോറൽ ഡിസൈൻ ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഓൾ ഓവർ ആ ഒരു ഫ്ലവേഴ്സ് തന്നെ കൊടുത്തേക്കുന്നത്. എൻഡിൽ ഒരു ലേസ് പാറ്റേണും വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള മൽച്ചന്തേരിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ പാറ്റേൺസും കാണിച്ചു തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു അടിപൊളി നല്ല രസം കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ തനിയെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇത് എ ലൈൻ പാറ്റേണിലോട്ടാണ് ഇതുപോലെ ഒരു എന്താ പറയാ ബ്രാസോ കളറില്ലേ അതുപോലെ വന്നിരിക്കുന്ന ഒരു യോക്കിലോട്ട് സീക്വൻസും, എന്നിട്ട് ഓൾ ഓവർ ഇതുപോലെ ഇത് കണ്ടോ ആ ഒരു താഴോട്ട് അതിന്റെ വർക്ക് നല്ല രസം കേട്ടോ. ആ ടെമ്പിൾ ബോർഡർ പോലെ വന്നേക്കുന്ന ആ ഒരു ഡിസൈൻ നല്ല അടിപൊളിയായിട്ട്. പിന്നെ അത് മാത്രമല്ല അതിന്റെ ഓരോ ഡിസൈൻസും ഓരോ സീക്വൻസ് പോലെ ഈ ഓൾ ഓവർ പോയേക്കുന്ന ഓരോ സീക്വൻസും ഓരോ വർക്കാണ് കേട്ടോ. കണ്ടോ ഇതുപോലെയാണ് ഇത് വന്നേക്കുന്നത്. ഓക്കെ, പ്യോർ ജോർജറ്റില് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. പ്യോർ ജോർജറ്റിലോട്ട് നല്ല അടിപൊളി, അതായത് അയണിങ് ഒക്കെ അതേപോലെ കിടക്കും. അത് നല്ല ഒതുക്കുന്ന ഫാബ്രിക് ആണ്. അതിനകത്തോട്ട് നമ്മൾ ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലീവ് ഒരു പഫും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിസൈൻ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഒരു വീവിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ബുട്ടാസ് വന്നേക്കുന്നത് ഇതുപോലെ ഉണ്ടാവും. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 3550 ആണെന്നാണ്. ഇതുപോലെ ഫുള്ളി ഹാൻഡ് വർക്ക്. അപ്പൊ എല്ലാവർക്കും ആലിയ കട്ട് ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ചെറിയ കട്ട് ബീഡ്സ് എന്ന് വെച്ചാൽ ഒത്തിരി ഷൈനിങ് ഇല്ലാത്ത ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫാബ്രിക് തന്നെ ഓൾ ഓവർ ഒരു ബൂട്ടാസ് വരുന്നതാണ് കേട്ടോ. ഈ ആലിയ കട്ടിന്റെ ഇവിടെ കണ്ടു ഈ പോർഷനിൽ നമ്മൾ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫാബ്രിക്കിലോട്ട് ഇതുപോലെ ഓരോ ബൂട്ടാസ് വരുന്നുണ്ട്. അതായത് ഇതും പ്യുവർ ഫാബ്രിക് ആണ്. അപ്പൊ നമുക്ക് ഇതും ഡ്രൈ വാഷ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതിന്റെ റേറ്റ് 4990 ആണ് കേട്ടോ. കാണിച്ചായിരുന്നു. ഇതൊരു ഹാഫ് ഹൈനെക്ക് വിത്ത് ചെറിയൊരു വി കട്ടിങ് വന്നിട്ട് ഇതിനകത്തോട്ട് ഓൾ ഓവർ ആ ചെറിയൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ആ മിഡിൽ ഫാബ്രിക് പ്യുവർ ആയിട്ട്. എന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ്. ഇതെല്ലാം ദുപ്പട്ട അടക്കം പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതിന്റെ റേറ്റ് 2750 ആണ്. ടോപ്പ് എ ലൈൻ ടോപ്പ് കേട്ടോ. എന്താ നല്ല രസമാട്ടോ, സിമ്പിൾ ആയിട്ട്. ഇത് കുറച്ചൊരു ക്രീമിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഓൾ ഓവർ ഒരു വർക്ക് വന്നിട്ട് സ്ലീവിലോട്ടും നമ്മൾ ആ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ വർക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു വർക്ക് കണ്ടോ ഇതുപോലെ ഉണ്ട് ആ ഒരു വർക്ക്. ഇതുപോലെ നമുക്ക് ഒരു ക്രീം തന്നെ എന്ന് പറയാൻ പറ്റില്ല, ഒരു പേൾ വൈറ്റ് ആയിട്ട്. ഇത് നല്ലൊരു പാനൽ സ്റ്റൈൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ കണ്ടോ താഴോട്ട് ഇതേപോലെയാണ് അതിന്റെ വർക്ക് വരുന്നത്. ഇതുപോലെ പാനൽ ആയിട്ട് അതൊരു മൾട്ടി കളർ എംബ്രോയിഡറി ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. മൾട്ടി കളർ വരുന്ന എംബ്രോയിഡറി കണ്ടോ ഇതുപോലെ ഓൾ ഓവർ നല്ല ഭംഗിയായിട്ട് ഒരു പാനൽ സ്റ്റൈലിൽ കൊടുത്തിട്ട് ഇതിൽ ഞാൻ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഈ ഒരു പോലെ ഉണ്ടാവും ഇതിന്റെ എംബ്രോയിഡറി കണ്ടോ. നമുക്ക് ഈ ലെഹങ്കാസിനൊക്കെ കാണില്ലേ ആ ഒരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഉണ്ട്. ഭയങ്കര സ്റ്റൈൽ ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല രസമാണ്. നമുക്ക് ഇതുപോലെ ഒരു എ ലൈൻ വിത്ത് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഇതുപോലെ ഫ്രണ്ടിലോട്ട് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഒക്കെ ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓണത്തിന് മാത്രമല്ല അല്ലാതെയും യൂസ് ചെയ്യാം. ഇതുപോലെ ഞാൻ ദുപ്പട്ട ജസ്റ്റ് പെയർ ചെയ്തേ ഉള്ളൂ. ഇതുപോലെ ഓൾ ഓവർ ഒരു ബൂട്ടാസ് വരുന്ന ഒരു ദുപ്പട്ട കണ്ടോ ഇതുപോലെ. എന്നിട്ട് അതിന്റെ എൻഡിലോട്ട് ഇതുപോലെ ഒരു സാറ്റിൻ ഫിനിഷിംഗിൽ വന്നേക്കുന്ന ഒരു ബോർഡറും ഉണ്ട്, ചെറിയൊരു വീവിംഗ് ഉണ്ട്. അപ്പം ഇതുപോലെ ഞാൻ ഇതിന് ജസ്റ്റ് ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. ഇനി വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയായിട്ട് ഒരു എ ലൈൻ ടോപ്പ് വിത്ത് ഈ ഒരു ഡിസൈനർ ഫാബ്രിക് ഇതേപോലെ. നമ്മളെ വെറൈറ്റി ആയിട്ട് ഇതിന്റെ നെക്ക് ഒരു അംബിക കോളർ വെച്ചിട്ട് അതേപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഫ്രണ്ടിലോട്ടും കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ഒരു കോളർ നെക്ക് ആയിട്ട്. എല്ലാം റൗണ്ട് നെക്ക് വേണ്ടാലോ എന്ന് വെച്ചിട്ട് ഇതിന്റെ വർക്ക് ഭയങ്കര ഭംഗിയായിട്ടോ. ശരിക്കും നമ്മൾ ഈ ലെഹങ്കാസിന് വരുന്ന പാനൽ പോലെ ഇത് ചെയ്തേക്കുന്നത് ഫുൾ. അതായത് അത് എല്ലാം മൾട്ടി കളർ എംബ്രോയിഡറീസ് ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. എല്ലാ കളറും ഉണ്ട്. ഓൾമോസ്റ്റ് മിക്ക കളേഴ്സും കൊടുത്തിട്ടുള്ള ഒരു ത്രെഡ്, അതായത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്ലീവ് ഇത് ഓർഗൻസ ഫാബ്രിക് ആണ് പ്യുവർ ആയിട്ട് വന്നേക്കുന്നത്. കുറച്ചൊരു വൈറ്റ് ഒരു പേൾ വൈറ്റിലേക്കാണ് ഇത് പോകുന്നത്. ഇതുപോലെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനും ജസ്റ്റ് ഈ ഒരു സാറ്റിൻ ഫിനിഷിംഗ് വരുന്ന ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്തേ ഉള്ളൂ. കാരണം വിത്തൗട്ട് ദുപ്പട്ടയും ഇതുപോലെ ഉണ്ടാവും. നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു എ ലൈൻ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.
ഇതിന്റെ വർക്ക് കുറച്ചും കൂടെ ലോങ് ആയിട്ട് ഇന്നലെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് താഴോട്ട് വരുന്തോറും വീതിയിൽ ഈ ഒരു ആയിട്ടുള്ള ഒരു ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്യൂർ ഓർഗൻസ ഫാബ്രിക്കിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നോക്കിയതാട്ടോ. കുറച്ചൊരു വൈറ്റ്, ഒരു പേൾ വൈറ്റ് സിമിലർ ആയിട്ട് വന്നുകൊണ്ട് ഈ ദുപ്പട്ടയുടെ ഇത് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്യൂർ ഫാബ്രിക്കിലോട്ട് ഇതുപോലെ കണ്ടോ ഓൾ ഓവർ ആ ഒരു വർക്കും ത്രെഡും വന്നിട്ട് ഈ വൺ സൈഡിലോട്ട് ഇതുപോലെ സ്കാൽപ്പും ഉണ്ട്. അതുപോലെ ഓൾ ഓവർ ഇതിനകത്തോട്ട് ഫുൾ വർക്ക് പോയേക്കുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നല്ല രസമാണ് ഇത് ശരിക്കും. ആക്ച്വലി നമുക്ക് ദുപ്പട്ടാസ് കട്ട് ചെയ്തെടുക്കുന്ന ഇതാണ്. വൺ സൈഡ് സ്കാലപ്പും ഈ ഒരു ഹെവി പാറ്റേണിലോട്ട്. അപ്പം ഇതും പെയർ ചെയ്താൽ നല്ല ഭംഗി. കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ മാത്രം, അതായത് വിത്ത് ദുപ്പട്ട പെയർ ചെയ്യാതെ സിംഗിൾ ആയിട്ട് ഒരു ടോപ്പായിട്ട് വെയർ ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി. ഇതുപോലെ ഒരു നല്ലൊരു ക്രീം ലുക്കിലേക്കാണ്. അതിനകത്തോട്ട് നല്ല ചെറിയ വർക്കാണ് അതിന്റെ യോക്കിലോട്ട് പോയിരിക്കുന്നത്. ഹാൻഡ് വർക്ക്, ചെറിയൊരു ഹാൻഡ് വർക്ക്, നല്ല ഭംഗിയാട്ടോ. ആലിയ കട്ടിന്റെ ഒരു ഷേപ്പിലോട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയാട്ടോ. ആലിയ കട്ടിൽ നമുക്ക് ഈ ഫാബ്രിക് തന്നെ സ്മൂത്ത് പ്യുവർ ആയതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി തോന്നും. ഫുൾ ഓൾ ഓവർ ഇതിനകത്തോട്ട് ആ ഫാബ്രിക് ബൂട്ടാസ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു സ്റ്റൈലായിട്ട് ഒരു സിംഗിൾ ഒരു കുർത്തി, ഒരു എയർലൈൻ ഇതായിട്ട് വെയർ ചെയ്യാം. ഒരു ക്ലോസ് ആയിട്ട് ഉള്ള നെക്ക് ആയതുകൊണ്ട് തന്നെ ദുപ്പട്ടയുടെയും ആവശ്യമില്ല. നല്ല ഭംഗിയായിട്ടോ. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇതേപോലെ ശരിക്കും നമ്മൾ കാഫ്താൻസ് വെയർ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു ലൂസ് ഫിറ്റിൽ തന്നെ ഇതും ചെയ്തേക്കുന്നത്. നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ മിഡിലിൽ നല്ല ഡിസൈൻ ഹാൻഡ് വർക്ക് ഉള്ള ഡിസൈൻ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ടുള്ള കോളിനൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ ബട്ടൺ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഇതുപോലെ വിട്ടിട്ട് നല്ലൊരു സ്റ്റൈൽ പാറ്റേൺ ആണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. റെഡി ടു ഡെസ്പാച്ച് പീസസ് ആണ്. വിത്തിൻ 1 വീക്ക് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും.